കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 13-ാം ഭാഗം. രചനയും അവതരണവും ഇമ്മാനുവൽ. അവർ പോയി ഇരുന്ന മുറി ഞാനിരിക്കുന്ന സ്ഥലത്ത് നിന്നും കാണാൻ കഴിയില്ല. അതുകൊണ്ട് അവർ അവിടെ വെച്ച് നടത്തിയ ചർച്ച എന്താണെന്നൊന്നും മനസ്സിലായില്ല. ഞാൻ വീണ്ടും ആ മുറിയിലുള്ളവരെ ശ്രദ്ധിച്ചു. ഇപ്പോൾ അവരുടെ വായിൽ തിരുകിയ തുണികളെല്ലാം എടുത്തു മാറ്റിയിരിക്കുന്നു. സ്ത്രീകൾ രണ്ടുപേരും കരയുകയാണ്. അവരിൽ പ്രായമായ ആൾ പറയുന്നത് കേട്ടു. ആ സ്ഥലം അവർക്ക് അങ്ങ് കൊടുത്തേക്കുന്നതാണ് നല്ലത്. അവർ തരും എന്ന് പറയുന്ന പണം വാങ്ങിയാൽ നമുക്ക് മറ്റെവിടെയെങ്കിലും പോകാമല്ലോ. അയാൾ ചിന്താധീനനായിരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്ന് തീരുമാനമെടുക്കുകയായിരിക്കും. അച്ഛനോട് ഞങ്ങളെല്ലാവരും പറയുന്നത് അതാണ്. ഭീഷണിക്ക് വഴങ്ങണം എന്നല്ല. ഇപ്പോൾ ബുദ്ധിപൂർവം ചിന്തിച്ച് ജീവൻ രക്ഷിക്കാനുള്ള വഴി നോക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ബാക്കിയുള്ളവരും സമാനമായ അഭിപ്രായമാണ് പറഞ്ഞത്. അവസാനമാണ് പ്രായമായ ആൾ എല്ലാവരോടുമായി പറഞ്ഞത്. ഇവരുടെ മാർഗം ഒട്ടും നല്ലതല്ല. തികച്ചും ഗുണ്ടായിസത്തിൻ്റേതായ മാർഗമാണ്. അതുകൊണ്ട് തന്നെ ഇവർ തരുമെന്ന് പറയുന്ന പണം തരുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല. മാത്രവുമല്ല, സ്ഥലം എഴുതി കൊടുത്താൽ നമ്മളെ ജീവനോടെ വിടുമെന്നും ഒരു ഉറപ്പുമില്ല. അപ്പോൾ പിന്നെ കൊടുക്കുന്നതും കൊടുക്കാത്തതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരേ ഫലം തന്നെയായിരിക്കും ഉണ്ടാവുക. അതാണ് ഞാൻ മടിക്കുന്നതിൻ്റെ കാരണം. അതിനുശേഷം അവരെല്ലാവരും കൂടി അല്പം പതിഞ്ഞ ശബ്ദത്തിൽ എന്തൊക്കെയോ പറയുകയും തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് താൻ ഇരിക്കുന്ന മുറിയിൽ നിന്നും കേൾക്കാൻ കഴിയുമായിരുന്നില്ല. അവിടെ നടക്കുന്നത് എന്താണെന്നറിഞ്ഞിട്ട് വേണം പുറത്തിറങ്ങാൻ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് പിന്നെയും അങ്ങോട്ട് തന്നെ ശ്രദ്ധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അവരുടെ ഭീഷണിക്ക് വഴങ്ങി സ്ഥലം എഴുതി കൊടുക്കാനാണെങ്കിൽ ഞാൻ എതിരൊന്നും പറയുന്നില്ല. നിങ്ങളുടെ നന്മയിൽ കൂടുതലായി ഒരു ആഗ്രഹവും എനിക്കില്ല. ഞാൻ സ്ഥലം എഴുതി കൊടുത്തേക്കാം. അവർ ഇനി വരുമ്പോൾ സ്ഥലം തരാൻ സമ്മതമാണെന്ന് പറയാം. എനിക്ക് താല്പര്യമുണ്ടായിട്ടല്ല, നിങ്ങളുടെ ആഗ്രഹത്തിന് വഴങ്ങുന്നതുകൊണ്ട്. അത്ര നേരവും സംസാരിച്ച് കേൾക്കാതിരുന്ന അയാളുടെ മകൻ എന്ന് തോന്നുന്ന ആൾ ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അച്ഛൻ്റെ അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നുണ്ട്. അവർ പണം തരും എന്ന് യാതൊരു തീർച്ചയുമില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം പറയാം. പണം ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടതിന് ശേഷം മാത്രം ആധാരത്തിൽ ഒപ്പിട്ട് തരാം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പണമെങ്കിലും കിട്ടും. അവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് തോന്നുന്നു. അപ്പോഴേക്കും അവരിരുന്ന മുറിയുടെ വാതിൽക്കൽ നിന്നും മുൻപ് വന്ന കൊമ്പൻ മീശക്കാരൻ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വന്നു. അപ്പോഴും അയാൾ ക്രൂരമായി ചിരിക്കുകയായിരുന്നു. സ്ഥലം തന്നേക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചു. പക്ഷേ പണം ബാങ്കിലേക്ക് കിട്ടണം അല്ലേ? അതിന് ചില ബുദ്ധിമുട്ടുകളുണ്ടല്ലോ. ബാങ്ക് മുഖാന്തരം പണം കൈമാറിയാൽ ഞാൻ അതിനുള്ള ഉറവിടം കാണിക്കേണ്ടി വരില്ലേ? ഈ കച്ചവടത്തിൽ ഇടപെടുന്ന പലരും കള്ളപ്പണം കൈവശമുള്ളവരാണ്. അവർക്കത് ബാങ്ക് അക്കൗണ്ടിൽ കാണിക്കാൻ പറ്റില്ല. കൊമ്പൻ മീശക്കാരനോടൊപ്പം തന്നെ മറ്റൊരാളുടെയും സംസാരം കേൾക്കാൻ കഴിഞ്ഞു. അത് രണ്ടാമത് വന്ന ഉദ്യോഗസ്ഥനാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പണി പോകുന്ന കാര്യമാണത്. അത് കാരണം ഇവിടെ വെച്ച് തന്നെ പണം നിങ്ങളുടെ കൈവശം തന്നു വിട്ടേക്കാം. നിങ്ങൾക്ക് പോകാനുള്ള ഒരു വണ്ടിയും കൂടി ഏർപ്പാടാക്കി തരാം. അതിൽ കൂടുതലൊന്നും ചോദിക്കരുത്. ഇത് തന്നെ അല്പം അധികമാണ്. ഞങ്ങൾക്കല്ലല്ലോ വിൽക്കാൻ നിർബന്ധം, നിങ്ങൾക്ക് വാങ്ങാനല്ലേ നിർബന്ധം. അതുകൊണ്ട് ചില്ലറ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ സഹിച്ചാൽ എന്താ കുഴപ്പം? നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും ഞങ്ങൾക്കറിയേണ്ട കാര്യമില്ല. പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്ഥലം അങ്ങോട്ട് എഴുതി തരും. കൊമ്പൻ മീശക്കാരൻ മുന്നോട്ട് വന്നു. എന്നിട്ട് പ്രായമായ മനുഷ്യൻ്റെ താടി പിടിച്ച് ഉയർത്തിയിട്ട് പറയുന്നത് കേട്ടു. അല്ലെങ്കിലും താൻ തരും.
തന്നെ കൊണ്ട് തരുവിക്കാൻ എനിക്കറിയാമായിട്ടാണ് നിങ്ങളുടെ കുടുംബം മുഴുവനെയും ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അയാളുടെ സംസാരത്തിലെ ഭീഷണി ആർക്കും എളുപ്പം മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മീശക്കാരൻ്റെ ഭീഷണി കേട്ടിട്ടും ബന്ധനസ്ഥനായ ആൾക്ക് ഒരു കുലുക്കവും ഉള്ളതായി തോന്നിയില്ല. മീശക്കാരൻ പിന്നെയും ദേഷ്യത്തോടെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പോകാൻ സമയം അയാൾ ഇത്രയും കൂടി പറഞ്ഞിട്ടാണ് പോയത്: അടുത്ത പ്രാവശ്യം വരുന്നത് ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല. എനിക്കനുകൂലമായ ഒരു തീരുമാനമുണ്ടായില്ലെങ്കിൽ ഓരോന്നിനെയായി തൻ്റെ കൺമുമ്പിലിട്ട് ഞാൻ തീർക്കും. എന്നിട്ടും താൻ എഴുതിത്തരാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അടുത്ത പണിയും എനിക്കറിയാം. അത് എന്നെക്കൊണ്ട് ചെയ്യിക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. കൊമ്പൻ മീശക്കാരൻ പുറത്തു പോയപ്പോഴേക്കും പിന്നെയും പ്രായമായ ആളെ നോക്കി എല്ലാവരും ചേർന്ന് നിർബന്ധിക്കാൻ തുടങ്ങി. കൊമ്പൻ മീശക്കാരൻ ചോദിച്ചത് കൊടുക്കാനാണെന്ന് വേണം കണക്ക് കൂട്ടാൻ. അങ്ങനെയാണ് തനിക്ക് തോന്നിയത്. നമ്മളെ പിടിച്ചുകെട്ടി ഇവിടെ വരെ കൊണ്ടുവരാനും ഈ അവസ്ഥയിൽ ഇവിടെ പാർപ്പിക്കാനും കഴിയുന്നവർക്ക് മറ്റെന്തെങ്കിലും കൂടി നമ്മളെ ചെയ്യാൻ കഴിയും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് സ്വത്തല്ലല്ലോ പ്രധാനം, അഭിമാനവും ആരോഗ്യവും അല്ലേ. അതുകൊണ്ട് സ്ഥലം അങ്ങ് എഴുതി കൊടുത്തേക്കാം. അയാൾ കൊണ്ടുപോയി തിന്നട്ടെ. ഇപ്പോൾ പറയുന്നത് കേട്ടത് ഒരു സ്ത്രീ സ്വരമാണ്. ചിലപ്പോൾ ആദ്യം സംസാരിച്ച പ്രായമായ ആളുടെ ഭാര്യയായിരിക്കാം. അവരെ ചൂണ്ടിക്കൊണ്ടും കൊമ്പൻ മീശക്കാരൻ ഒരു ഭീഷണി മുഴക്കിയിരുന്നു. അതവരുടെ അഭിമാനത്തിന് നേരെ ആയിരുന്നല്ലോ. അത് ഒരിക്കലും ഒരു സ്ത്രീക്ക് സഹിക്കാവുന്ന കാര്യമല്ല. അതിന് പകരമായി എന്തു വലിയ വിലയും അവർ കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യും. പ്രായമായ ആളിൻ്റെ ഇരിപ്പ് എന്തൊക്കെയോ തീരുമാനത്തോടെ ആയിരുന്നു. എന്നിട്ടും അല്പം പതിഞ്ഞ സ്വരത്തിൽ അയാൾ കൂടിയിരുന്നവരോട് പറഞ്ഞു: ചെവി വട്ടം പിടിച്ചാണ് ഞാനത് കേട്ടത്. നീ പറഞ്ഞതിന് പ്രകാരമല്ലേ ബാങ്കിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ പറഞ്ഞത്? അതും അവർക്ക് സ്വീകാര്യമല്ല. ഇത്ര നാളത്തെ ജീവിത പരിചയം വെച്ച് ഞാൻ പറയുകയാണ്, അവർ നമുക്ക് പണം തരും എന്ന് വിചാരിക്കുകയേ വേണ്ട. സ്ഥലം എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ജീവൻ പോലും കിട്ടും എന്ന് ഒരു തീർച്ചയുമില്ല. എഴുതി കൊടുത്തില്ലെങ്കിലും ജീവൻ തിരിച്ചു കിട്ടുമെന്ന് തീർച്ചയൊന്നുമില്ല. കൂടെയുള്ള സ്ത്രീകളുടെ മാനത്തിനും വില പറയപ്പെടും എന്നും തീർച്ചയാണ്. എന്തായാലും ഇവരുടെ കയ്യിൽ പെട്ടു. ഇനിയിപ്പോൾ എന്തെങ്കിലും രക്ഷയുണ്ടാകണമെങ്കിൽ സ്ഥലം അങ്ങ് എഴുതി കൊടുക്കണം. പിന്നീട് വരുന്നത് എന്താണെന്ന് വെച്ചാൽ വരുന്നത് പോലെ കാണാം എന്ന് വിചാരിക്കാം. നമുക്ക് മുൻപിൽ വേറെ വഴികളില്ലല്ലോ അച്ഛാ. കാരണവന്മാർ മുതൽ അച്ഛൻ വരെ പൂജ ചെയ്തുകൊണ്ടിരുന്ന ചാത്തനൊന്നും നമ്മളെ രക്ഷിക്കാൻ വന്നില്ലല്ലോ. അതാണ് ഞാൻ പറയാറുള്ളത്, അതൊക്കെ മറ്റ് ആളുകളെ കബളിപ്പിക്കാൻ കൊള്ളാം എന്ന്, അല്ലാതെ സ്വന്തം കാര്യത്തിന് ഒരിക്കലും ഉപകാരപ്പെടുകയില്ല എന്ന്. അത് ആ പ്രായമായ ആളിനെ പ്രകോപിപ്പിച്ചു എന്ന് തോന്നുന്നു. നമ്മൾ ചെന്നുപെടുന്ന അപകടങ്ങൾക്കെല്ലാം ചാത്തനെ കുറ്റം പറയാൻ പാടില്ല. നമുക്കിപ്പോൾ ഇവിടെ ചാത്തനെ വിളിക്കാൻ പോലും ഉള്ള സൗകര്യം ഇല്ല. എവിടെ വെച്ച് പൂജ ചെയ്തിട്ട് ചാത്തനെ വിളിക്കും? വെറുതെ മനസ്സിൽ വിചാരിച്ചാൽ വരുന്ന ആളല്ലല്ലോ ചാത്തൻ. നിയതമായ പൂജകൾ ചെയ്തു വേണം ചാത്തനെ വിളിക്കാനെന്നും അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്വീകരണം ഉണ്ടാവുകയുള്ളൂ എന്നും നിനക്കറിയാവുന്നതല്ലേ. യജമാനന് അപകടം വരുമ്പോൾ വിളിക്കാൻ കാത്തു നിൽക്കേണ്ട കാര്യമില്ലല്ലോ. സാഹചര്യം അറിഞ്ഞു വന്ന് സഹായിക്കുകയല്ലേ വേണ്ടത്. അങ്ങനെയാണെങ്കിലല്ലേ യജമാനൻ തുടർന്നും ഉണ്ടാവുകയുള്ളൂ. അതിനിപ്പോൾ അവർക്ക് തുടർന്നും ഒരു യജമാനൻ ഉണ്ടാകണമെന്ന് നിർബന്ധം കാണില്ലായിരിക്കും. കൂടുതൽ സംസാരിച്ചതുകൊണ്ട് കാര്യമില്ല. എനിക്ക് അച്ഛനോട് പറയാനുള്ള കാര്യം അയാൾ ഇനി വരുമ്പോൾ സ്ഥലം എഴുതി കൊടുത്തേക്കാം എന്ന് പറയണമെന്നാണ്. ബാങ്കിലേക്ക് പണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന വ്യവസ്ഥ പിൻവലിച്ചു എന്നറിയിച്ചാൽ മതി. അവരുടെ ആലോചനയും സംസാരവും കൃത്യമായി കേട്ടതുപോലെ കൊമ്പൻ മീശക്കാരൻ പിന്നെയും കയറി വന്നു. ഇപ്പോൾ അയാളുടെ മുഖത്ത് വിജയിയായ ഒരാളുടെ ഭാവമാണ്. സൂക്ഷ്മമായിട്ടാണ്
ഞാൻ പലകയുടെ ഇടയിലൂടെ അയാളെ നോക്കിയത്. അപ്പോൾ അയാൾ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. സ്ഥലം തരാൻ തീരുമാനിച്ചു അല്ലേ? നേരിട്ട് പണം കിട്ടിയാൽ മതിയല്ലോ. എന്താണെങ്കിലും പണം തരാമെന്ന് ഞങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് തരാതിരിക്കില്ല. ഇനി രജിസ്ട്രേഷൻ നടത്തേണ്ട താമസമേ ഉള്ളൂ. അതിനുള്ള ആളും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ എല്ലാ കരുതലോടും കൂടിയാണ് ഈ പാവങ്ങളെ കെണിയിൽപ്പെടുത്തിയിരിക്കുന്നത്. അവരെ രക്ഷിക്കണമെന്ന് കള്ളനാണെങ്കിലും തനിക്ക് തോന്നി. പക്ഷേ താൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവരുടെ മുൻപിൽ താൻ കൂടിപ്പെട്ടാൽ ആ കുടുംബക്കാരുടെ അതേ വിധി തന്നെയായിരിക്കും തനിക്കും. ചിലപ്പോൾ താനായിരിക്കും ആദ്യം കൊല്ലപ്പെടുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നത് എന്നുകൂടി അറിയാതെ അവിടെ നിന്നും പോരാൻ മനസ്സ് വന്നില്ല എന്ന് ഭാസ്കരൻ പറഞ്ഞു. ഇത്ര നേരവും നടക്കുന്നത് എന്തെന്നുള്ള വിശദമായ വിവരണം കേട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന മഹേന്ദ്രൻ ഭാസ്കരൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ചോദിക്കാൻ തുനിഞ്ഞതാണ്. ജീവൻ വിലക്കിയതുകൊണ്ട് മാത്രം ചോദിക്കാതിരുന്നതാണ്. ഇപ്പോൾ അത് ചോദിച്ചു കൊള്ളാൻ ജീവൻ ആംഗ്യം കാട്ടി. അത് മഹേന്ദ്രൻ ഇപ്പോൾ ചോദിച്ചു. ബന്ധനസ്ഥരാക്കപ്പെട്ടവരിലെ പ്രായമായ ആളുടെ മുഖം ഭാസ്കരൻ കണ്ടു എന്നല്ലേ പറയുന്നത്? അത് ഈ മുഖവുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കിക്കേ. ഈ മുഖം തന്നെയാണോ എന്നറിയാമല്ലോ. അത്രയൊന്നും വ്യക്തമായി തനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഒരു വശത്തു നിന്നുള്ള കാഴ്ച മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നാലും മഹേന്ദ്രൻ കൊടുത്ത ഫോട്ടോ ഭാസ്കരൻ വാങ്ങി ശ്രദ്ധയോടെ നോക്കി. ആദ്യം നേരെ നോക്കിയതിന് ശേഷം ഫോട്ടോയുടെ തന്നെ ഒരു വശത്തു നിന്നും നോക്കി. വലശത്തു നിന്ന് നോക്കിയപ്പോഴേ ഭാസ്കരൻ പറഞ്ഞു, ഇത് തന്നെയാണെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. ഞാൻ മുൻപേ പറഞ്ഞല്ലോ, എനിക്കൊരു വശത്തു നിന്ന് മാത്രമേ മുഖം കാണാൻ കഴിയുമായിരുന്നുള്ളൂ. എന്നിട്ടും ഇതാണ് ആ മുഖം എന്ന് എനിക്കേതാണ്ട് ഉറപ്പാണ്. ഇത് ആരുടെ മുഖമാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് കൂടി അറിയാമായിരുന്നു. അതൊക്കെ പറഞ്ഞു തരാം. പിന്നീട് എന്ത് നടന്നു എന്നുകൂടി അറിയട്ടെ. അതിനുശേഷം ഈ വിവരങ്ങളെല്ലാം നിനക്ക് കൈമാറാം. ഭാസ്കരൻ തുടർന്നു പറഞ്ഞു. കൊമ്പം മീശക്കാരൻ പുറത്തേക്ക് പോയിട്ട് വേറെ 2-3 പേരെയും കൂടെ കൂട്ടിയാണ് വന്നത്. അതിലൊരാൾ ഞാൻ മുൻപ് പറഞ്ഞ ഉദ്യോഗസ്ഥൻ എന്ന് തോന്നുന്നയാളാണ്. അയാളോട് കൊമ്പൻ മീശക്കാരൻ പറയുന്നത് കേട്ടു. ആദ്യം അല്പം മസിൽ പിടിച്ചെങ്കിലും ഇപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. നമുക്ക് സ്ഥലം എഴുതി തരാതെ ജീവനോടെ പുറത്തു പോകാൻ കഴിയില്ല എന്ന കാര്യം. അതുകൊണ്ട് വ്യവസ്ഥകളൊക്കെ മാറ്റി വെച്ചിട്ട് സ്ഥലം എഴുതി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ സാർ ചെയ്യേണ്ട കാര്യം രജിസ്ട്രേഷൻ ഇവിടെ വെച്ച് തന്നെ അങ്ങ് നടത്തണം. അതിനാണല്ലോ ഞാൻ ഇവിടെ വരെ വന്നത്. എനിക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ എവിടെ വെച്ച് നടത്തി കൊടുക്കുന്നതിനും ഒരു വിരോധവുമില്ല. പക്ഷേ കിട്ടാനുള്ളത് കിട്ടണം എന്ന് മാത്രം. അത് തൻ്റെ അടുത്ത് നിന്നും കിട്ടാതിരിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് എല്ലാ കരുതലോടും കൂടിയാണ് ഞാൻ വന്നത്. ആധാരമെഴുത്തും കാര്യങ്ങളും ഒന്നും അവിടെ വെച്ച് നടന്നില്ല. ബന്ധനസ്ഥനായ പ്രായമായ ആളിൻ്റെ വിരലടയാളം ആധാരത്തിൽ പതിക്കുകയാണ് ചെയ്തത്. അതോടെ സ്ഥലം കൊമ്പൻ മീശക്കാരൻ്റെയും സംഘത്തിൻ്റെയും പേരിലായി. ഇനിയും ഞങ്ങളെ ഇങ്ങനെ ബന്ധനസ്ഥരാക്കേണ്ട കാര്യം നിങ്ങൾക്കില്ലല്ലോ. കിട്ടാനുള്ളത് കിട്ടി. ഇനി ഞങ്ങൾക്ക് തരാനുള്ളത് തരിക, എന്നിട്ട് ഞങ്ങളെ വിട്ടേക്കുക. ഉച്ചത്തിലുള്ള ചിരിയായിരുന്നു മറുപടി. അത് ഒരാൾ മാത്രമല്ല, എല്ലാവരും കൂടിയാണ് ചിരിക്കുന്നത്. പണമടങ്ങിയതെന്ന് വിചാരിച്ചിരുന്ന ബാഗ് തുറന്ന് അയാൾ പുറത്തേക്ക് കമഴ്ത്തിയിട്ടു. അതിൽ നിന്ന് വീണ സാധനങ്ങൾ കണ്ട് ഞാൻ തലയിൽ കൈവച്ചു പോയി. അതിൽ എന്തായിരിക്കാം ഉണ്ടായിരുന്നത്? ശേഷം അടുത്ത ഭാഗത്തിൽ. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ചെയ്യുന്നതാണ്. കുറവുകൾ എന്തെങ്കിലുമൊക്കെ കാണും. നിങ്ങൾ ക്ഷമിക്കും എന്ന് കരുതുന്നു. കാണുന്ന കുറവുകൾ കമൻറ്റ് ബോക്സിലൊന്ന് കുറിച്ചാൽ തിരുത്താൻ പരമാവധി ശ്രമിക്കും. ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്യാനുള്ള നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ
അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്മ നേരുന്നു.